ഇവിടെ ഈ പെൺകുട്ടിക്കുണ്ടായ അനുഭവം നമുക്ക് കണ്ടു നോക്കാം. ഇവിടെ ഒരു ബൈക്കിൽ ഭാര്യയും ഭർത്താവും ട്രാഫിക്കിൽ നിൽക്കുന്നു. ഒരു ലക്ഷറിയായ കാറ് അടുത്തുകൊണ്ട് നിർത്തുന്നു. ഇത് കണ്ടിട്ട് അവർ രണ്ടുപേരും പറയുന്നു, കാറ് കണ്ടോ, എന്ത് മനോഹരമാണ് ഇത് കാണാൻ. ജീവിക്കുവാണെങ്കിൽ ഇങ്ങനെ വേണം ജീവിക്കാൻ. ഇങ്ങനത്തെ കാറൊക്കെ വലിയ വലിയ പണക്കാർക്കും ബിസിനസ്മാൻ അങ്ങനെയുള്ളവരൊക്കെയാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ എന്തായാലും ഈ ജന്മത്തിലൊന്നും ഈ കാറിൽ പോകാൻ പോകുന്നില്ല. അടുത്ത ജന്മം ഒന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം എന്നവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ലക്ഷറി കാറിൽ വന്ന ആൾ ഗ്ലാസ് തുറക്കുന്നു. ഗ്ലാസ് തുറന്നതും പെൺകുട്ടിയുടെ ശ്രദ്ധയിൽ അയാൾ പെടുന്നു. പെൺകുട്ടി പെട്ടെന്ന് ഷോക്കാകുന്നു. ഇതിനുശേഷമാണ് വലിയൊരു ട്വിസ്റ്റ് ഉണ്ടാകുന്നത്. അതിനു മുമ്പ് എൻ്റെ ഈ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ശേഷം നമുക്ക് എന്താ നടന്നതെന്ന് കാണാം. അപ്പോഴാണ് ആ പെൺകുട്ടിയുടെ പഴയ കാലങ്ങളെല്ലാം ചിന്തിക്കുന്നത്. ആ പെൺകുട്ടിയുടെ ആദ്യ ഭർത്താവായിരുന്നു അദ്ദേഹത്തിന് ഒരുപാട് കടങ്ങൾ ഉണ്ടായിരുന്നു. ദിനംപ്രതി വീട്ടിൽ ഓരോരുത്തരായി വന്നുകൊണ്ടേയിരുന്നു പണം മേടിക്കാൻ. ഞാൻ അറിയാതെ നീ എവിടെ നിന്നൊക്കെയാണ് ഈ പണം മേടിച്ചു കൂട്ടിയിരിക്കുന്നത്. നമ്മളിനി എപ്പോൾ സമാധാനമായിട്ട് ജീവിക്കാനാ? അപ്പോൾ അയാൾ പറഞ്ഞിരുന്നു, നീ കുറച്ച് നാളൊന്ന് ക്ഷമിക്കുക, ഞാൻ എല്ലാ കടവും വീട്ടിൽ നമുക്ക് സമാധാനമായിട്ട് ജീവിക്കാമെന്നും പറഞ്ഞു. അപ്പോൾ ആ പെൺകുട്ടി പറയുന്നു, തീർച്ചയായിട്ടും ഇനി ഞാൻ നിന്റെ കൂടെ ഇരുന്ന ഒരിക്കലും സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ നേരത്തെ സ്നേഹിച്ച ആ പയ്യന്റെ കൂടെ തന്നെ പോവുകയാണ്. അവന്റെ കൂടെ പോയാൽ എനിക്ക് നല്ലപോലെ ജീവിക്കാൻ പറ്റും. അതുകൊണ്ട് ഞാൻ പോവുകയാണെന്ന് പറഞ്ഞു പോകുന്നു. ഇങ്ങനെയാണ് ഇയാളെ ഡിവോഴ്സ് ചെയ്ത് മറ്റേ ആളുടെ കൂടെ ആ പെൺകുട്ടി ജീവിക്കുന്നത്. ഈ കടത്തിന്റെ പേര് പറഞ്ഞാണ് അദ്ദേഹത്തിനെ ആ പെൺകുട്ടി ഇട്ടിട്ട് പോയത്. അപ്പോഴും അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം കളഞ്ഞില്ല. കടങ്ങളെല്ലാം വീട്ടിൽ കഷ്ടപ്പെട്ട് അദ്ദേഹം മുന്നേറിക്കൊണ്ടേയിരുന്നു. അങ്ങനെയാണ് ഈ നിലയിലെത്തിയത്. അങ്ങനെ ആ പെൺകുട്ടിയുടെ ഭർത്താവ് പറയുന്നു, ഈ കാർ നല്ല മനോഹരമായിരിക്കുന്നു. നിങ്ങളുടെ അച്ഛൻ എന്ത് ചെയ്യുകയാണ്, എന്താണ് അദ്ദേഹത്തിന്റെ ജോലി എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ അദ്ദേഹം മറുപടി പറയുന്നു, എൻ്റെ അച്ഛൻ മരിച്ചുപോയി. അപ്പോൾ ആ പെൺകുട്ടിയുടെ ഭർത്താവ് പറയുന്നു, സോറി, ഞാൻ അറിയാതെ ചോദിച്ചു പോയതാണ്. ഇത് നിങ്ങൾ സ്വന്തമായി വാങ്ങിയ കാറാണോ? അതെ, ഞാൻ തന്നെ സ്വന്തമായി വാങ്ങിയ കാറാണ്. കൂടെയുള്ളവർ എന്നെ വിശ്വസിക്കാതെ എന്നെ വിട്ടിട്ട് പോയി. അന്ന് എനിക്ക് എന്നിൽ വിശ്വാസമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ കാർ ഓടിച്ചുകൊണ്ട് പോകുന്നത്. ഇയാളുടെ ഈ വിജയം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സൂപ്പർ എന്ന് കമൻറ്റ് ചെയ്തേക്കണേ.